വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരെയും അറിയിക്കേണ്ട ഒരു വിഷയം. ദുബായിലെ എയർപോർട്ടുകളിൽ അമിതമായ തിരക്കാണല്ലോ ഇപ്പോൾ. ആളുകളൊക്കെ അവധി കഴിഞ്ഞ് തിരികെ വരികയാണ്. അടുത്ത ദിവസം സ്കൂൾ തുറക്കുന്നു, ഓഫീസുകളൊക്കെ വീണ്ടും സജീവമാകുന്നു, വ്യാപാര സ്ഥാപനങ്ങൾ വളരെ ആക്റ്റീവായി മാറുന്നു, പോയ ജീവനക്കാരെല്ലാം തിരികെ വരികയാണ്. അതുകൊണ്ടുള്ള എയർപോർട്ടിലെ തിരക്ക് ചെറുതൊന്നുമില്ല. ഒന്ന് പോയി നോക്കി അറിയാം. ആരെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് പോയി നോക്കൂ. എത്രയെത്ര വിമാനങ്ങൾ, എത്രയെത്ര ആളുകൾ, ആയിരങ്ങൾ, മില്യൺ കണക്കിന് എന്ന രൂപത്തിൽ വന്നിറങ്ങുന്നൊരു ഘട്ടത്തിലാണ് ഈ ഓഗസ്റ്റിൻ്റെ അവസാനം എത്തി നിൽക്കുന്നത്. ഈ സമയത്ത് ഇന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഈ 23-ാം തീയതി ഓഗസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം പറയട്ടെ. വന്നിറങ്ങുന്ന ലഗേജിൻ്റെ കൂട്ടത്തിൽ ചില ആളുകൾ തങ്ങളുടേത് എന്ന് പെട്ടെന്ന് സംശയിച്ച് അല്ലെങ്കിൽ തോന്നിയിട്ട് മറ്റൊരാളുടെ ലഗേജ് ഏതാണ്ട് അതുപോലെയൊക്കെ ഇരിക്കും. പെട്ടെന്ന് ടാഗൊന്നും നോക്കാതെ, പേര് നോക്കാതെ അതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടെങ്കിൽ വരും. ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ലഗേജ് ഇങ്ങനെ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ 2 മണിക്കൂർ ലഗേജിൻ്റെ ആ സ്ഥലത്ത് വെയിറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഒരു ലഗേജ് ഇവിടെ അനാഥമായി കിടക്കുന്നു, അതുപോലൊന്നാണല്ലോ തൻ്റേതും എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കൈമാറ്റം വന്നതാവാം, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് മറ്റേ അദ്ദേഹം എടുത്തുകൊണ്ട് പോയതാകാം എന്ന് പറഞ്ഞ് അതിൻ്റെ ടാഗ് നോക്കിയപ്പോൾ അതിൽ നിന്ന് പേര് കിട്ടി. ആ പേര് വെച്ചിട്ട് ആ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തതിനെ കുറിച്ച് പഠിക്കാൻ പറ്റി. അങ്ങനെ അതിൽ നാട്ടിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺടാക്റ്റ് നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ വിളിച്ചിട്ട് ബന്ധുവിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ UAE എവിടെയാണോ ഇറങ്ങിയത് ആ നമ്പർ തപ്പിയെടുത്ത് ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്താമെന്നൊക്കെ അവർ പറഞ്ഞു. ഇത്രയും പുലിവാലുണ്ടാക്കിയത് ആ ലഗേജിനകത്ത് വിലപിടിച്ച ഗുളികകൾ, അത്യാവശ്യം ഉപയോഗിക്കേണ്ട മരുന്നുകളൊക്കെ ആയിരുന്നു, അതുപോലെ രേഖകളുണ്ടായിരുന്നു. ഇങ്ങനെ 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഓരോരുത്തരും ലഗേജിൽ നിന്ന് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ള സമയത്ത് എടുക്കുമ്പോൾ തങ്ങളുടേതാണെന്ന് ഉറപ്പ് വരുത്തി ആ ടാഗ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകണം. 2, യാത്ര ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, വളരെ വിലപിടിച്ച വസ്തുക്കളൊന്നും ഈ ലഗേജിൽ വയ്ക്കാതിരിക്കുക. അന്നന്ന് രാത്രി നമ്മുടെ കൈവശമില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിലായി പോകും എന്നുള്ള സാധനങ്ങൾ ഇതിൽ വയ്ക്കാതിരിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയുന്നൊരു കാര്യം. അത്യാവശ്യം ഹാൻഡ് ബാഗിൽ കൊണ്ടുവരാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം എന്ന കാര്യം കൂടി സന്ദർഭവശാൽ സൂചിപ്പിക്കട്ടെ.